നമസ്കാരം. ലെബനനിൽ ഉണ്ടായ സ്ഫോടനത്തിൽ റിൻസൺ ജോസ് എന്ന മലയാളിക്ക് എന്താണ് ബന്ധം? സ്ഫോടനം ഉണ്ടാക്കിയ പേജറുകൾ കൈമാറിയത് റിൻസൺ ആണോ? റിൻസണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായി ബന്ധമുണ്ടോ? രാജ്യാന്തര മാധ്യമങ്ങൾ മുഴുവൻ റിൻസണെ കേന്ദ്രീകരിച്ച് വാർത്തകൾ നൽകുമ്പോൾ സ്പോട്ട്ലൈറ്റ് ഒരു വസ്തുതാ അന്വേഷണം നടത്തുകയാണ്. എന്താണ് റിൻസൺ ജോസിന് ലെബനനിൽ കാര്യം? ആദ്യം വിവരങ്ങളിലേക്ക് നേരിട്ട്. പഠനശേഷം കുറച്ചുകാലം ലണ്ടനിൽ ജോലി, പിന്നെ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ എത്തിയ റിൻസൺ നോർവേ പൗരത്വവും നേടി. ഇപ്പോൾ മലയാളിയാണ് എന്ന് പറയാം, എങ്കിലും ഇന്ത്യൻ പൗരനല്ല, നോർവീജിയൻ ആണ്. നോർവേയിൽ DN മീഡിയ ഗ്രൂപ്പ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം തലവനാണ്. ഉയർന്ന ജോലിയും ഉയർന്ന ശമ്പളവും ഉണ്ട്. ഇതോടൊപ്പം നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി റിൻസൺ ഉടമയായി ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതൊരു ഷെൽ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ കടലാസു കമ്പനി എന്ന് പറയാം. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബൾഗേറിയ തലസ്ഥാനമായ സോഫിയയിലെ കെട്ടിടത്തിലെ വിലാസം ഉപയോഗിച്ച് 200-ലേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യൂറോപ്പിന് പുറത്ത് 6 കോടി രൂപയുടെ കൺസൾട്ടേഷൻ ജോലികൾ ചെയ്തതായാണ് നോട്ടയുടെ റിട്ടേണിൽ ഉള്ളത്. ഈ കമ്പനിയിൽ നിന്നാണ് പേജർ വാങ്ങാനുള്ള പണം ഹംഗറിയിലേക്ക് കൈമാറിയത്. ക്രിസ്റ്റീന ബാഴ്സിനി അസ്ഡിയാഖോണം, ഇവരാണ് ഹംഗറിയിലെ BSC എന്ന കമ്പനിയുടെ ഉടമ. ഇവരുടെ അക്കൗണ്ടിലേക്ക് റിൻസന്റെ ബൾഗേറിയയിലെ കമ്പനിയിൽ നിന്ന് വന്നത് 14 കോടി രൂപയ്ക്ക് തുല്യമായ 13 ലക്ഷം പൗണ്ടാണ്. ഈ തുകയാണ് ക്രിസ്റ്റീന തായ്വാനിലെ പേജർ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിലേക്ക് എത്തിച്ചത്. ഗോൾഡ് അപ്പോളോയ്ക്ക് ബ്രാൻഡ് റോയൽറ്റി നൽകി പേജർ നിർമ്മാണാവകാശം വാങ്ങുകയാണ് BSC ചെയ്തത്. ഈ ക്രിസ്റ്റീന ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് ഉള്ള മൊസാദ് ഉദ്യോഗസ്ഥയാണെന്ന് ഇപ്പോൾ വ്യക്തമായി. അപ്പോൾ പേജർ എവിടെ നിർമ്മിച്ചു? അതാണ് ഏറ്റവും വലിയ ദുരൂഹതയായി ഇപ്പോഴും തുടരുന്നത്. ഹിസ്ബുല്ലയുമായി ഇടപാട് നടത്തിയതും ഹിസ്ബുല്ലയ്ക്ക് പേജർ നൽകിയതും രേഖകളിൽ റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലുള്ള കമ്പനിയാണ്. എന്നാൽ റിൻസന്റെ കമ്പനി പ്രവർത്തിക്കുന്ന ബൾഗേറിയയിലോ ക്രിസ്റ്റീനയുടെ ഹംഗറിയിലോ റിൻസൺ താമസിക്കുന്ന നോർവേയിലോ പേജറുകൾ എത്തിയിട്ടില്ല. ഈ 3 നിന്നുമല്ലാതെ എവിടെ നിന്ന്? അതാണ് മൊസാദ് എന്ന ദുരൂഹത. ഗോൾഡ് അപ്പോളോയുടെ പേരിൽ മൊസാദ് നിർമ്മിച്ച് മൊസാദ് വിറ്റതാണ് ആ പേജറുകൾ എന്നതിൽ ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾക്കൊന്നും തർക്കമില്ല. പേജർ ഇടപാട് നടന്നത് റിൻസൺ അറിയാതിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് അക്കൗണ്ടിലൂടെ നടന്ന പണം ഇടപാടുകൾ കൊണ്ടാണ്. പക്ഷേ ഇവയിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്ന് റിൻസൺ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയിൽ ഇപ്പോൾ വ്യക്തതയില്ല. സ്ഫോടനത്തിന് 2 ദിവസം മുമ്പ് മുതൽ കാണാതായ റിൻസണെ മൊസാദ് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതുമാകാം. റിൻസൺ അറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും പേജർ വിറ്റയാൾ ഇപ്പോൾ രേഖകളിൽ റിൻസണാണ്. ഇവ നിർമ്മിച്ചത് ഇസ്രായേലിൽ തന്നെ മൊസാദ് നേതൃത്വത്തിലാകാം. നോർവേയുടെയും ബൾഗേറിയയുടെയും ഹംഗറിയുടെയും ഒന്നും സുരക്ഷാ സ്കാനിങ്ങിന് വിധേയമാകാതെ ലെബനനിൽ ഇവ എത്തിച്ചതും റിൻസണിന്റെ കമ്പനിയുടെ വിലാസത്തിൽ നിന്നാണ്. തായ്വാനിലെ പ്രശസ്തമായ ഗോൾഡ് അപ്പോളോയ്ക്ക് നൽകിയ ഓർഡർ ശരിക്കും മൊസാദാണ് ഏറ്റെടുത്തത് എന്ന് ഹിസ്ബുള്ള അറിഞ്ഞില്ല. അതുപോലെ തന്നെ റിൻസണും ഇത് അറിയാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. വിലാസം ഉപയോഗിച്ച് മൊസാദ് നടത്തിയ പേജർ കൈമാറ്റം ആണെങ്കിലും പണമിടപാട് റിൻസൺ അറിയാതെ സാധിക്കില്ല. റിൻസണ് 7 വർഷമായി ഇസ്രായേലിലെ നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് നോർവേ പോലീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലി സ്റ്റാർട്ടപ്പുകൾക്കുള്ള കൺസൾട്ടേഷൻ എന്ന നിലയിലാണ് ആ ബന്ധങ്ങൾ ബൾഗേറിയയിലെ സ്ഥാപനം വഴി നടന്നത്. സംരംഭകൻ എന്ന നിലയിൽ റിൻസൺ പ്രവർത്തിച്ചിട്ടില്ല. പണം മറിക്കാനുള്ള ഇടനിലയായാണ് ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെയല്ല, പ്രവർത്തിക്കുന്നതാണ് എന്ന് തെളിയിക്കുക എളുപ്പമല്ല. ഇസ്രയേലി സ്ഥാപനങ്ങളുമായി നടന്ന ഇടപാടുകൾ എന്തൊക്കെ എന്നും വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ 3 രാജ്യങ്ങളിലാണ് അന്വേഷണം: ബൾഗേറിയയിലും ഹംഗറിയിലും നോർവേയിലും. റിൻസൺ തുടക്കത്തിൽ ജോലിയെടുത്ത ലണ്ടനിലെ സ്ഥാപനത്തിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ
വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അവിടെയും അടിക്കടി സന്ദർശനം ഉണ്ട് എന്നതിനാൽ അന്വേഷണം തുടരും. ഇന്ത്യയിലും അന്വേഷണം നടക്കാതെ തരമില്ല. കാരണം ഈ ജനുവരി വരെ 4 മാസം റിൻസൺ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള യുദ്ധങ്ങളിൽ പട്ടാളക്കാരാണ് പങ്കെടുക്കാറുള്ളത്. പൗരന്മാരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന യുദ്ധങ്ങളെ ഭീകരപ്രവർത്തനം എന്നാണ് വിളിക്കാറുള്ളത്. മൊസാദ് റിൻസനെ ഉപയോഗിച്ച് നടത്തിയതും ഒരു ഭീകര പ്രവർത്തനമാണ്. വിദേശങ്ങളിൽ പോകുന്നവർ സംരംഭകരാകുമ്പോൾ എത്രയൊക്കെ ശ്രദ്ധിക്കണം എന്നതിന്റെ സൂചനയാണിത്. ജോലിക്ക് പുറമെ നിക്ഷേപമാകാം, പക്ഷേ ഷെൽ കമ്പനികൾ തുടങ്ങുന്നത് നിഷ്കളങ്കമാണെന്ന് ഇന്നത്തെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. തെറ്റുകാരനല്ലെങ്കിൽ റിൻസൺ ആരോപണമുക്തനായി പുറത്തു വരട്ടെ എന്ന് മാത്രമേ ഈ നിമിഷം പറയാൻ കഴിയൂ. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.